അപ്പോൾ വേറെ ചില ചേട്ടന്മാർ പറയും അതൊന്നും അല്ലടേ കാര്യം. പിന്നെന്തിനാണ് കാര്യം? അതേ വേറൊന്നും അല്ല, ഇത് മതം മാറ്റുന്ന പരിപാടിയാണെന്ന് പറയും അല്ലേ? ഇപ്പം അങ്ങനല്ലേ പറയുന്നത്, മതം മാറ്റുക. ഈ അടുത്ത കാലത്തൊരു പെണ്ണും പിള്ള ഇങ്ങനെ മൊബൈലിൽ വന്നിട്ട് പറയുകയാണ്, ഇവിടെ കുറേ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു. ആ എന്നാൽ പിന്നെ നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോകരുത്. പ്രശ്നം കഴിഞ്ഞില്ലേ? 500 രൂപയ്ക്കും കഞ്ഞിയും പയറിനും ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളൊരു 1000 രൂപയും നല്ലൊരു മുഴുത്ത കോഴി ജംഗ്ഷനിലിരിപ്പുണ്ടല്ലോ, നരകത്തിലെ കോഴി, രാവും പകലും തീക്കകത്ത് കിടന്നിങ്ങനെ കറങ്ങല്ലേ നരകത്തിലെ കോഴി. അപ്പം ഒരു 2000-ൻ്റെ ഒറ്റ നോട്ടും ഒരു നരകത്തിലെ കോഴിയും കാണിച്ച് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. ഇനി വേണം ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ കൊടുക്കാൻ പോവാം, കൊടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ല, ഈ നാട്ടുകാർക്കൊരു സ്പെഷ്യൽ ഓഫർ. ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് നല്ലൊരു മുഴുത്ത കോഴിയും 2000-ൻ്റെ ഒറ്റ നോട്ടും കാണിച്ച് ഈ പന്തലിൻ്റെ അകത്തു നിന്ന് ഒരു 25 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ കൊണ്ട് പൊക്കോളാൻ ഞങ്ങൾ ഓഫർ തരിക. പൊക്കോ, പിണക്കമുണ്ടോ ഭാഷേ? പോട്ടല്ലേ, കഞ്ഞിക്കും പയറിനും വന്നതെല്ലാം പോട്ടെ, അങ്ങനെ പോട്ടെ, ഞങ്ങൾക്കൊരു പിണക്കവും ഇല്ല. അതിൻ്റെ പേര് നാളെ ഞങ്ങൾ ഒരൊറ്റ ബസ്സിന് കല്ലെറിയത്തില്ല, ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല, സമരത്തിനിറങ്ങത്തില്ല. 25 എന്നുള്ളത് കുറഞ്ഞു പോയെങ്കിൽ ഒരു ഓഫർ കൂട്ടിത്തരാം, ഒരു 50 എണ്ണത്തെ കൊണ്ടുപോയെങ്കിൽ കൊണ്ടുപൊക്കോ, ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തിവെച്ചട്ടെ യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകം നാമമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ടെ ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞയ്ക്കും പയറിനും വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ലടോ, മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയവരാണ്. അതുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കരുത് പ്ലീസ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ മതം? നിങ്ങളത് ചിന്തിച്ച് നോക്ക്. മതം മാറിയുണ്ടെന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ മനസാക്ഷി തൊട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ഡെയിലി 2 കുപ്പി കള്ളടിക്കുന്ന നാരായണൻ, ആ നാരായണനെ പാസ്റ്റർമാർ പിടിച്ച് വെള്ളത്തിൽ മുക്കി ജോസഫ് എന്ന് പേര് മാറ്റി, മതവും മാറ്റി. നാരായണനായിരുന്നപ്പോൾ 2 കുപ്പി അടിക്കും, ജോസഫ് ആയപ്പോഴും 2 കുപ്പി അടിക്കും. വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറ, മാറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം മാറേണ്ടത് മതമോ പേരോ അല്ല, ഇന്നലെ വരെ ജീവിച്ച ജീവിതം അങ്ങ് മാറണം. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ചില ആളുകൾ ചോദിക്കും, ഈ ഷമീർ കൊല്ലം എന്താ പുള്ളിയുടെ പേരങ്ങ് മാറ്റിക്കൂടെ? എടാ, പേരല്ലട മാറേണ്ടത്, ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറിയാൽ മതിയെന്ന്. ഞങ്ങളാരുടെയും പേരും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന കൂട്ടമല്ല. പറമ്പിൽ കാണുന്ന ഒരു ചെടിയുണ്ട്, ഞങ്ങൾ കൊല്ലത്തുകാരെ വിളിക്കുന്നത് ചൊറിയാണമെന്ന, അല്ലേ? അതിൻ്റെ സ്വഭാവം എന്നാ വർഷേ? ആര് മേത്ത് തൊട്ടാലും അല്ലേ അതിൻ്റെ സ്വഭാവം? ചൊറി തണുത്ത പറമ്പിൽ നിന്ന് വേരോട് ഇളക്കിയെടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ട് കോളി ചില്ലിട്ട ഷോക്കേഴ്സ് AC റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിയണോ? എന്ത് ചെയ്യും? സ്ഥലം മാറിയിട്ട് കാര്യമുണ്ടോ? എന്നാൽ പേര് മാറ്റാം. ചൊറുതണത്തിൻ്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിൻ്റെ അകത്ത് മണിക്കുട്ടിന്ന് എഴുതി ഒട്ടിച്ചു പോയി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ മണിക്കുട്ടിയേന്നും വിളിച്ചൊന്ന് തൊട്ട് നോക്ക്, ചൊറിയുമോ? ചൊറിയും. അപ്പോൾ പേര് മാറിയാലും സ്ഥലം മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും. അപ്പം ഞങ്ങളെന്താ വിളിച്ചു പറയുന്നത്? സ്വഭാവം മാറണം. ഇന്നലെ വരെ നിന്നെ നോക്കി നീ ഒരു ഭാരമാ, നീ ഭൂമിക്ക് ഭാരമാ, നീ ചത്തങ്കി കൊള്ളായിരുന്നു, നീ തൊലഞ്ഞു പോകൂടാ, നീ നന്നാവത്തില്ലടാ, നീ നന്നാവത്തില്ലടി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ. അവരുടെ നടുവിൽ അതെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അതെ നീ ദേശത്ത് മാനിക്കപ്പെട്ടവനാണ്, അതെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന നിലയിൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി നിന്റെ കാതിൽ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സന്ദേശം, സുവിശേഷം. അയ്യോ, ഇത് ചുമ്മാ പരസ്യം പറയുന്നതല്ലെന്ന്. സിനിമാ നടൻ മമ്മൂട്ടി TV വന്നേച്ച് പറയുക, എൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ്. ഇത് കേട്ടിട്ട് ഒരു അമ്മാവൻ 3 മാസം മേടിച്ച് തകർത്തങ്ങ് തേച്ചു, വെളുത്തില്ല. അവസാനം പുള്ളി ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുത്ത് നഷ്ടപരിഹാരം മേടിച്ചു. അറിഞ്ഞായിരുന്നല്ലോ. ഇതുപോലെ ഞങ്ങളാരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വന്നേ അല്ലെന്ന്. നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഷമീറും കൂട്ടുകാരും കള്ളു കുടിച്ച് പാക്കും പാൻപരാഗം ചവച്ച് ലുങ്കി മടക്കി ചുറ്റി എൻ്റെ നാട്ടിലെ കവലെ കൂടെ നടന്നു പോകുമ്പോൾ ആ പീടികയിൽ ആളുകൾ വിരലി കൊണ്ട് ചോദിക്കുക, അവൻ ഏതാ പോകുന്നവൻ, ഏതാ ആടി അവൻ ഏതാ? അതെ. ഉടനെ അടുത്തിരിക്കുന്ന പറയും, ഓ അതില്ലേ സലാമിൻ്റെ മോനെ. ഏത്?
ജമീലയുടെ മോനെന്ന്. ആണോ? ആ പിന്നെ മറ്റേ മീൻ കച്ചവടം ചെയ്യുന്നില്ലേ ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോൻ ആണോ? ആ അത് ശരി. ആ അയ്യോ തലതെറിച്ചൊരുത്തൻ എന്ന് പറഞ്ഞ ഒരു കാലത്ത് നിന്ന് ഇന്നതേ മാന്യമായ വസ്ത്രം ധരിച്ച് ഈ വാഹനത്തിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കവലച്ചെന്നിറങ്ങിയാൽ മിനിമം മുണ്ടിൻ്റെ മടിക്കുത്തെങ്കിലും ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ബഹുമാനിക്കുന്ന നിലയിൽ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ച ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. പേരും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന സന്ദേശം അല്ലത്. നിൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയെങ്കിൽ, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവസാനിക്കുകയല്ലാതെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, സ്നേഹിത, സഹോദര, സഹോദരി, ഇന്ന് രാത്രി അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, തീർന്നിട്ടില്ല. ഇവിടെ മുതൽ ഒരു തുടക്കമായി മാറട്ടെ. ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറാൻ, ഇന്ന് മുതൽ ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നീ തിരിയണം. അതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം. ഞങ്ങളെന്തെങ്കിലും ദോഷം പറയുന്നുണ്ട്? പിന്നെ ചിലർ പറയുന്ന ആകെ കൂടെ യവന്മാർ ഭയങ്കര ശബ്ദമാണ്. മനുഷ്യന് ചെവിതല കേൾക്കണ്ട, എന്നാ ശബ്ദമാണെന്ന്. ഈ പറയുന്നത് വല്ല സത്യമുണ്ടോ? ഭാഷ ഉണ്ടോ? സത്യം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്നവനൊക്കെ ഊമകളാകണ്ടേ? നമുക്ക് മാത്രമേ ഇവിടെ ശബ്ദമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഊമയാണ്. ഉള്ളതാണോ? എവിടാ? മുക്കിന് 50,000 വാട്സിൻ്റെ ബോക്സ് കെട്ടിവെച്ച് അടിക്കുന്ന ഐറ്റങ്ങൾ ഇവിടെ ഇല്ലേ? നമുക്കാണോ സൗണ്ട്? പിന്നെ ആ സൗണ്ട് ഈ സൗണ്ട് നമ്മൾ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ റോഡിൽ കിടന്ന് അടിക്കുന്ന സൗണ്ടിൽ 4 എണ്ണം കുടിച്ച് തുണിയില്ലാതെ ഓടെ കിടന്നുകൊണ്ട് പാട്ട് പാടും. ഈ സൗണ്ടിൻ്റെ പ്രത്യേകത, അങ്ങനെ കുടിക്കുന്നവൻ ഈ സൗണ്ട് കേട്ടാൽ അന്ന് മുതൽ കുടി നിർത്തി അവൻ കുടുംബത്തിന് കൊള്ളാവുന്നവനായി മാറും. അല്ലേ വ്യത്യാസം? അല്ലാതെ എന്തെങ്കിലും ദോഷം സുവിശേഷം വരുത്തിയിട്ടുണ്ടോ ഭാഷ? മനസാക്ഷി തൊട്ടുകൊണ്ട് സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ സുവിശേഷം നാടിന് നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് മനസ്സിലാക്കണം. ഇത് ചുമ്മാ കുഞ്ഞുകളിക്ക് ഇറങ്ങിയതൊന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ തലയ്ക്ക് ഓളം കയറി കമ്മലും വേണ്ട മാലം വേണ്ട എന്ന് കൊട്ടിപ്പാടി കലബലബല എന്ന് പറയാൻ ചാടി ഇറങ്ങി അങ്ങനെ ഓളം കയറി വട്ടുപിടിച്ച് ഇറങ്ങിയതല്ല. ഇതിൻ്റെ അകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്.